പ്രിയപ്പെട്ട നമ്മുടെ പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരെ, നമ്മുടെ പൊന്നാനി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നമ്മുടെ പ്രഗത്ഭനായ സാരഥിയായി നമ്മുടെ അബ്ദുസ്സമദ് സമദാനി സാഹിബ് അവറുകൾ മത്സരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം നമ്മുടെ പൊന്നാനി പാർലമെൻറ്റ് സീറ്റിൽ മത്സരിക്കാൻ എത്തിയത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഓരോ UDFകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ പാർലമെൻറ്റിലേക്ക് ഇപ്പോൾ 20 മണ്ഡലത്തിൽ നിന്ന് പോകുന്ന പാർലമെൻറ്ററിൽ പ്രഗത്ഭനായ ഒരു സാരഥിയാണ് അബ്ദുസ്സമദ് സമദാനി സാഹിബ്. അദ്ദേഹം ഒരു കഴിഞ്ഞ 2.5 വർഷക്കാലം അദ്ദേഹം പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ ഉജ്ജ്വലമായ അദ്ദേഹത്തിൻ്റെ ചോദ്യോത്തരങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രമേയങ്ങളും ഒക്കെ പാർലമെൻറ്റ് ദർശിച്ചതാണ്. അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ അദ്ദേഹം MP ആയ സമയത്തും ഉജ്ജ്വലമായ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുമൊക്കെ പിന്നെ പ്രതിദാനം ചെയ്ത ഒരു സാരഥിയാണ് നമ്മുടെ അബ്ദുസ്സമദ് സമദാനി സാഹിബ്. അദ്ദേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ പൊന്നാനിയിൽ നമുക്ക് സ്ഥാനാർത്ഥിയായി കിട്ടിയത് തന്നെ ഒരു വലിയ വരദാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെയൊക്കെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം കട്ടയ്ക്ക് നിന്നുകൊണ്ട് BJP RSS പോലുള്ള വിധ്വംസക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് എതിരായിക്കൊണ്ട് പാർലമെൻറ്റിൽ ശബ്ദിക്കാൻ കരുത്തുള്ള ഒരു നേതാവായിട്ടാണ് അബ്ദുസ്സമദ് സമദാനി നമ്മൾ കാണുന്നത്. അദ്ദേഹം വളരെ വിജ്ഞാനപ്രദമായ ഒരു വ്യക്തിയാണ്. ഒരുപാട് ഭാഷകൾ, ഒരുപാട് സംസ്കാരങ്ങൾ, ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ് അബ്ദുസ്സമദ് സമദാനി സാഹിബ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പാർലമെൻറ്റിലേക്ക് പോകേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. കാരണം വിധി നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഇന്ത്യ രാജ്യം നടക്കാൻ പോകുന്നത്. ഇന്ത്യ എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണോ അതോ ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കണോ എന്ന് ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ 2024 നടക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഓരോ UDFിൻ്റെ പ്രവർത്തകന്മാർക്കും കോൺഗ്രസ് ലീഗിൻ്റെ മറ്റു നമ്മുടെ സഖ്യകക്ഷി ഓരോ പ്രവർത്തകന്മാർക്കും നിർണായകമായ ഒരു റോള് വഹിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി കഷ്ടപ്പെടണം. ഓരോ പ്രവർത്തകന്മാരും തങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിവെച്ചുകൊണ്ട് ഓരോ മണിക്കൂറുകളും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 4-ാം തീയതി വരെ വോട്ട് ചേർക്കാം. അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ പോസ്റ്റർ പതിക്കണം, നമ്മുടെ പ്രദേശങ്ങളിൽ ബാനർ വെക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിയുന്നവരോടൊക്കെ നമ്മുടെ സന്ദേശം എത്തിക്കണം. കാണുന്ന ആളുകൾ, ഇപ്പോൾ തന്നെ കാണുന്ന ആളുകളോടൊക്കെ പോയി നമ്മുടെ സന്ദേശങ്ങൾ അത് എത്തിക്കേണ്ട സമയം സന്ദർഭമാണ്. ഒരു മിനിറ്റ് നേരം പോലും നമ്മൾ വെറുതെ ഇരിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വിജ്ഞാനപ്രദമായ പ്രസംഗങ്ങളും മതേതരത്വം തുളുമ്പുന്ന, ജനാധിപത്യം തുളുമ്പുന്ന, മതസൗഹാർദ്ദം തുളുമ്പുന്ന അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രവർത്തന മേഖലകൾ നമ്മുടെ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരു പാർലമെൻറ്റേറിയനായി അദ്ദേഹം നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവിടെ ശോഭിക്കും. നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ കണ്ടതാണ്. അവിടെ ഇരിക്കുന്ന BJPക്കാർക്കും RSSകാർക്കും അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന MP-മാർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രസംഗിക്കാനും അവരെയൊക്കെ പിടിച്ചിരുത്തുവാനും പാർലമെൻറ്റ് അകത്തളത്തെ ഒന്നടങ്കം നിശബ്ദമാക്കാനും സ്പീക്കറെ പോലും അത്ഭുതപ്പെടുത്താനും കഴിയുന്ന ഒരു പ്രഗത്ഭനായ ഒരു സാരഥിയാണ് അബ്ദുസ്സമദ് സമദാനി. അതുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ മർമ്മപ്രധാനമായ കാര്യമാണ്. അതിനുവേണ്ടി നമ്മളൊക്കെ രാപ്പകലില്ലാതെ നമ്മൾ ഇറങ്ങേണ്ട സമയം ആയിരിക്കും. നമ്മളൊക്കെ ഇറങ്ങുന്നുണ്ട്. എങ്കിലും ഒന്നുകൂടി ഉജ്ജ്വലമായ ഒരു ഉജ്ജ്വലമായ പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കണം. നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് പണ്ട് പറഞ്ഞതുപോലെ ഡു ആൻഡ് ഡൈ, ഒന്നുകിൽ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മരിക്കൂ എന്നുള്ള ആ വലിയ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രയാണം നമ്മൾ ആരംഭിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തന പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം. കോൺഗ്രസ് ലീഗിൻ്റെയും ഒരേ മാലയിലെ മുത്തുമണികൾ പോലെ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് വലിയൊരു പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ UDFിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരും രണാങ്കണ പോരാട്ട വീതികളിലേക്ക് കടന്നു വരികയും നമ്മുടെ ശബ്ദം പാർലമെൻറ്റിൽ എത്തിക്കാൻ കെൽപ്പുള്ള സാരഥിയായ
അബ്ദുൽ സമദ് അലി സാഹിബിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കിക്കൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ഇറങ്ങണം എന്നുകൂടി നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും മതസൗഹാർദ്ദവും ഹിന്ദു മുസ്ലിം ഐക്യവും മാനവ ഐക്യവും രാജ്യത്തിൻ്റെ പാരമ്പര്യവും രാജ്യത്തിൻ്റെ ഐക്യവും രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ നിലനിൽപ്പും എല്ലാം അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ജീവിത നിലവാരങ്ങളും ന്യൂനപക്ഷങ്ങളുടെ പ്രയാസങ്ങളും അതിന് മതപരമായുള്ള വിഷയങ്ങളും ഒക്കെ നമുക്ക് രാജ്യത്ത് നമുക്ക് എല്ലാം അത് മനോഹരമായ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് അതിലെ വികാരങ്ങളെ മാനിക്കുന്ന ഒരു സർക്കാർ പോരാട്ട വീതികളിൽ നിങ്ങളെല്ലാവരും കൈയും മെയ്യും മറന്നുകൊണ്ട് ഓരോ നിമിഷവും പ്രവർത്തിക്കണമെന്ന് ഓരോ UDF പ്രവർത്തകന്മാരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമുക്കൊരു വലിയ വിജയം, നമുക്കൊരു ശക്തമായ വിജയം ഉണ്ടാക്കാൻ വേണ്ടി അരയും തലയും മുറുക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുകൂടി എല്ലാം ഉത്ബോധിപ്പിച്ചുകൊണ്ട് 1000 അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് UDF.